പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ കഴിഞ്ഞ 14 എപ്പിസോഡുകളായി സീനിയർ സഞ്ചാരി വയനാടൻ കാഴ്ചകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും യാത്ര തുടങ്ങിയ സീനിയർ സഞ്ചാരി അങ്ങനെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് എന്നീ ജില്ലകളിലെ കാഴ്ചകൾ കണ്ട് നമ്മുടെ വയനാട് ജില്ലയിലെത്തി. ആ വയനാട് ജില്ലയിലെ കാഴ്ചകൾ മുഴുവനായി ഇപ്പോൾ കണ്ടു തീർത്ത് നമ്മൾ അവസാന പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലക്കിടി പൂക്കോട്ട് തടാകത്തിൽ നിന്നും യാത്ര തുടങ്ങി നേരെ കരിന്തണ്ടൻ്റെ സ്മാരകത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ കരിന്തണ്ടൻ്റെ കഥ എന്താണെന്ന് നമുക്കിനി മനസ്സിലാക്കാം. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സീനിയർ സഞ്ചാരി സ്വാഗതം ആശംസിക്കുകയാണ്. അങ്ങനെ സീനിയർ സഞ്ചാരി ലക്കിടി തടാകത്തിലെ ബോട്ടിംഗ് ആസ്വദിച്ച് അക്വേറിയം കാഴ്ചകൾ കണ്ട് കരിന്തണ്ടന്റെ ക്ഷേത്രം കാണുന്നതിന് വേണ്ടി പോവുകയാണ്. ആ ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മരത്തിൽ ഒരു ചങ്ങല തൂങ്ങിക്കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാം. പലരും വയനാട് പോകുമ്പോൾ ആ കാഴ്ച കണ്ടിട്ടുണ്ടാവും. ചങ്ങലമരം എന്നാണ് അതറിയപ്പെടുന്നത്. അവിടെ ഇപ്പോൾ ഒരു മനുഷ്യന്റെ, ആദിവാസി മൂപ്പന്റെ വലിയ ഒരു ശില്പവും പണിതു വെച്ചിട്ടുണ്ട്. കരിന്തണ്ടന്റെ ശില്പമാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ആരാണ് ഈ കരിന്തണ്ടൻ എന്ന് നമുക്ക് നോക്കാം. വയനാട് ചിപ്പിലിത്തോട് എന്ന പ്രദേശത്ത് താമസിച്ചിരുന്ന ഒരു ആദിവാസി മൂപ്പനാണ് കരിന്തണ്ടൻ. പണിയ വിഭാഗത്തിൽപ്പെട്ട ഒരു ആദിവാസി മൂപ്പൻ. താമരശ്ശേരി ചുരത്തിന്റെ പിതാവ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ആരോഗ്യ ദൃഢഗാത്രനായ ഗോത്രത്തലവൻ, ആജാനുബാഹുവായ ഒരു മനുഷ്യൻ. ധീരനായ കരിന്തണ്ടനെ ബ്രിട്ടീഷുകാർ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. എന്തിനാണ് അങ്ങനെ വെടിവെച്ചു കൊന്നത്? അവിടെയാണ് ചോരമണക്കുന്ന ചതിയുടെ കഥ ചുരുളിന് വരുന്നത്. കരിന്തണ്ടന്റെ ജീവിതകഥ പണിയർക്കിടയിൽ ഇന്നും ആവേശമായി നിലകൊള്ളുന്നു. 1750 മുതൽ 1799 വരെയുള്ള കാലഘട്ടത്തിലാണ് കരിന്തണ്ടൻ ജീവിച്ചിരുന്നത്. ബ്രിട്ടീഷുകാർക്ക് സുഗന്ധവ്യഞ്ജനങ്ങൾ വയനാട്ടിൽ നിന്നും കോഴിക്കോടേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി വലിയ ഒരു ചുരം അവിടെ നിർമ്മിക്കേണ്ട ആവശ്യകത വന്നു. മാത്രമല്ല, ചുരം വഴി മൈസൂർക്കും പോകുന്നതിന് എളുപ്പമാണെന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി. പക്ഷേ ബ്രിട്ടീഷുകാർ തങ്ങളുടെ എഞ്ചിനീയർമാരെ ഇടപെടിച്ച് അവിടെ വലിയ തെരച്ചിലുകൾ നടത്തിയെങ്കിലും അവരെല്ലാവരും തന്നെ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമായി തീരുകയാണ് ഉണ്ടായത്. അവർക്കൊന്നും എളുപ്പമായ ഒരു പാത വയനാട്ടിലേക്ക് ഈ മലകൾ താണ്ടി കണ്ടെത്തുന്നതിന് സാധിച്ചില്ല. വയനാടൻ കുന്നുകളുടെ അടിവാരത്ത് ആടുമേച്ച് നടന്നിരുന്ന കരിന്തണ്ടനെ അവർ കണ്ടു. കാടിന്റെ മുക്കും മൂലയും ഉള്ളംകൈയിലെ രേഖ പോലെ എളുപ്പമായിരുന്നു വയനാടിന്റെ നേതാവിന്. അങ്ങനെ കോഴിക്കോട് നിന്നും വയനാട്ടിലേക്ക് എത്തിച്ചേരുന്നതിന് ഒരു എളുപ്പപാത കരിന്തണ്ടൻ ബ്രിട്ടീഷുകാർക്ക് പറഞ്ഞുകൊടുത്തു. കരിന്തണ്ടന്റെ നിർദ്ദേശപ്രകാരം കരിന്തണ്ടൻ പറഞ്ഞ വഴികളിലൂടെ ബ്രിട്ടീഷുകാർ ഒരു ചുരംപാത പണിതു. അതാണ് താമരശ്ശേരി ചുരം. അവിടെയാണ് ചതിയുടെ ആരംഭം കുറിക്കുന്നത്. കരിന്തണ്ടൻ കണ്ടെത്തിയ പാത ആർക്കെങ്കിലും പറഞ്ഞുകൊടുത്താലോ എന്നുള്ള ഒരു ആശങ്ക മൂലവും സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇപ്രകാരമൊരു പാത അവരുടെ എഞ്ചിനീയർമാർക്ക് കണ്ടെത്താൻ പറ്റാത്തതിലുള്ള ജാള്യതയും അമർഷവും കൊണ്ട് ബ്രിട്ടീഷുകാർ കരിന്തണ്ടനെ ചതിപ്രയോഗത്തിലൂടെ ഇല്ലാതാക്കുവാൻ നോക്കി. പക്ഷേ ശാരീരിക ബലത്തിൽ ഒരു കാരണവശാലും കരിന്തണ്ടനെ തോൽപ്പിക്കുക സാധ്യമല്ല. കരിന്തണ്ടന് ഒരു അധികാരവളയുണ്ടായിരുന്നു. അത് പൊന്നുപോലെയാണ് കരിന്തണ്ടൻ കാത്തു സൂക്ഷിച്ചിരുന്നത്. ആ അധികാരവള പണിയർക്കിടയിലെ ആദിവാസി മൂപ്പൻ എന്നുള്ള ഒരു അധികാര ചിഹ്നമായിരുന്നു. ഉറങ്ങുമ്പോൾ കരിന്തണ്ടൻ അത് ഊരിവെക്കും. സൂര്യോദയത്ത് കുളി കഴിഞ്ഞ് ആ വള അദ്ദേഹം ധരിക്കും. അങ്ങനെ ഒരിക്കൽ ബ്രിട്ടീഷുകാർ കരിന്തണ്ടന്റെ വള മോഷ്ടിച്ചു. കരിന്തണ്ടൻ വളരെയധികം വിഷമത്തിലായി. മാനസികമായി തളർന്ന അദ്ദേഹം തനിക്ക് ആദിവാസികളുടെ മൂപ്പനായിരിക്കുവാനുള്ള യോഗ്യത നഷ്ടപ്പെട്ടു എന്ന് തീരുമാനിക്കുകയും അദ്ദേഹം തളർന്നു വീഴുകയും ചെയ്തു. അങ്ങനെ രോഗഗ്രസ്തനായ കരിന്തണ്ടനെ ബ്രിട്ടീഷുകാർ വെടിവെച്ചു കൊന്നു. കരിന്തണ്ടന്റെ ആത്മാവ് ഗതി കിട്ടാതെ അലഞ്ഞു നടന്നു. ഈ ലക്കിടി റോഡിൽ കൂടി പോകുന്ന വാഹനങ്ങളിലെ യാത്രക്കാരെ കരിന്തണ്ടന്റെ പ്രേതം ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെ ഗത്യന്തരമില്ലാതെ ഒരു മന്ത്രവാദി കരിന്തണ്ടനെ ചങ്ങലമരത്തിൽ തളക്കുകയാണുണ്ടായത്. അതാണ് ഈ കാണുന്ന ചങ്ങലമരം. ഇതിലെ പോകുന്ന എല്ലാ വാഹന ഡ്രൈവർമാർ ഇവിടെ ഇറങ്ങി വന്ദിക്കുക പതിവാണ്. നമ്മളങ്ങനെ ചങ്ങലമരവും പ്രതിമയും നിൽക്കുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. രാജീവ് രവിയുടെ സംവിധാനത്തിൽ കരിന്തണ്ടന്റെ കഥ സിനിമയാകുകയാണ്. നടൻ വിനായകൻ ആണ് ആ കഥാപാത്രത്തെ കരിന്തണ്ടനെ അവതരിപ്പിക്കുന്നത്.
അതിമനോഹരമായ പ്രതിമയാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ജീവനുള്ളതുപോലെ തോന്നിക്കും. തൊട്ടടുത്ത് ചങ്ങലയും കാണാം. ഇടതൂർന്ന് പന്തലിച്ച മരത്തിന്റെ ചുവട്ടിലായി ഒരു കൽവിളക്ക് സ്ഥാപിച്ചിരിക്കുന്നു. അങ്ങനെ നന്മ നിറഞ്ഞ കരിന്തണ്ടന്റെ ജീവിതം ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ബലി കൊടുക്കുകയായിരുന്നു. കരിന്തണ്ടൻ സ്മരണകൾ മനസ്സിലേറ്റി സീനിയർ സഞ്ചാരി ലക്കിടി വ്യൂ പോയിന്റിലേക്ക് യാത്ര തുടർന്നു. വീതിയേറിയ റോഡ്, താമരശ്ശേരി ചുരം. വലിയ വാഹനങ്ങൾക്ക് പേടി സ്വപ്നമായിരുന്നു ഈ താമരശ്ശേരി ചുരം. ഇപ്പോൾ വാഹനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കാവുന്ന രീതിയിൽ വീതിയേറിയ റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അടിക്കടി ബ്ലോക്ക് ഉണ്ടാവുന്നത് കാണാം. 14 കിലോമീറ്ററാണ് ഈ ചുരം പാതയുടെ നീളം. NH 766 പ്രധാനപ്പെട്ട ഒരു പാതയാണ് പശ്ചിമഘട്ടത്തിലെ താമരശ്ശേരിയിലൂടെ കടന്നുപോകുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 800 മീറ്റർ ഉയരത്തിലാണ് ലക്കിടി വ്യൂ പോയിന്റ് നിലകൊള്ളുന്നത്. 9 ഹെയർപിൻ ബെൻഡുകൾ ഉണ്ട് ഈ ചുരത്തിൽ. ടിപ്പു സുൽത്താൻ മൈസൂറിൽ നിന്നും വയനാട് വഴി കേരളത്തിലേക്ക് പ്രവേശിച്ചത് ഈ ചുരം പാതയിലൂടെ ആയിരുന്നു. ഇതാ ഞങ്ങൾ ലക്കിടി വ്യൂ പോയിന്റിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഗേറ്റ് വേ ഓഫ് വയനാട് എന്നാണ് ഈ ലക്കിടി വ്യൂ പോയിന്റിനെ അറിയപ്പെടുന്നത്. മനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്. അങ്ങകലെ മലമടക്കുകൾ, നീലാകാശം, വളരെ മനോഹരമായ കാഴ്ച. നീലാകാശത്തുകൂടെ വെള്ളിമേഘങ്ങൾ അങ്ങനെ പാറിപ്പാറി പറന്നു നടക്കുന്നു. പച്ചപ്പണിഞ്ഞ താഴ്വാരങ്ങൾ, ഹെയർപിൻ ബെൻഡുകൾ. ടൂറിസ്റ്റുകളുടെ ഇഷ്ടകേന്ദ്രമാണ് വയനാട്. വയനാട്ടിലെ മനോഹരമായ കാഴ്ചകൾ കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലൂടെ സീനിയർ സഞ്ചാരി പ്രേക്ഷകർക്ക് മുന്നിൽ കാഴ്ചവെച്ചിരിക്കുന്നു. അങ്ങനെ വയനാടിനോട് വിട പറയുകയാണ് സീനിയർ സഞ്ചാരി. സുഹൃത്തുക്കളോടൊപ്പം കഴിഞ്ഞ ഏതാനും ദിവസത്തെ താമസത്തിന് ശേഷം വയനാട്ടിൽ നിന്നും സീനിയർ സഞ്ചാരി കോഴിക്കോട് ജില്ലയിലേക്ക് കടന്നു. അടുത്ത എപ്പിസോഡ് മുതൽ നമുക്ക് കോഴിക്കോട് ജില്ലയിലെ കാഴ്ചകൾ നമുക്ക് കാണാം. എല്ലാവർക്കും നമസ്കാരം. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക. ബൈ.